വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. മനുഷ്യ മനസ്സിനെയൊക്കെ മരവിപ്പിക്കുന്ന, ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. രാത്രി കിടന്നുറങ്ങിയ മനുഷ്യർ പൂർണ്ണമായി, ഒരു ഗ്രാമം തന്നെ പൂർണ്ണമായി ഒഴുകിപ്പോകുമ്പോൾ, ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടവർ, മക്കളെ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർ, ജീവജാലങ്ങളെയൊക്കെ നഷ്ടപ്പെട്ടവർ, പണവും സ്വത്തും അവരുടെ എല്ലാം നഷ്ടപ്പെട്ടവർ, എത്ര വലിയൊരു ദുരന്ത ഭൂമിയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ആർക്കും സഹിക്കാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ ആർക്കും വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു ദുരന്തമാണ് ഇന്ന് വയനാട്ടിൽ സംഭവിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ദുരന്തമുഖത്തൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ, ഒരു ദുരന്തം വന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതിലോ അല്ലെങ്കിൽ അതിൻ്റെ ശരിയും തെറ്റും ഇമ്മീഡിയറ്റായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിലോ ഒന്നും വലിയ അർത്ഥമില്ല. ദുരന്തം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അവിടെയുള്ള ആ സാഹചര്യത്തെ എങ്ങനെ ഏറ്റവും ബെറ്ററായിട്ട് ആശ്വസിപ്പിക്കാം, അവിടെ തകർന്ന മനസ്സുകളുമായി കഴിയുന്നവർക്ക് ജീവിക്കാമെന്നുള്ളൊരു പ്രതീക്ഷ എങ്ങനെ കൊടുക്കാം, അവരെ എങ്ങനെ കരുതാൻ, ചേർത്ത് പിടിക്കാം എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. എല്ലാ കാലവും കേരളത്തിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ അതിനെ നമ്മൾ സമർത്ഥമായ അതിജീവിച്ചിട്ടുണ്ട്. ഇതിനെ അതിജീവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങൾ വരുമ്പോഴും ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും ഈ മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവരും ഈ ബിസിനസ് പക്ഷത്ത് നിൽക്കുന്നവരും രണ്ട് ചേരിയിലായിരിക്കും എപ്പോഴും, ഏത് ചർച്ചകൾ വരുമ്പോഴും. പലപ്പോഴും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഒരു സമൂഹത്തിൻ്റെ വളർച്ചയുടെ കാര്യത്തിൽ, ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു വാക്കിന് തന്നെ വലിയൊരർത്ഥമുണ്ട്. ഒരിക്കൽ ഡോക്ടർ വർഗീസ് കുര്യൻ പറഞ്ഞിട്ടുണ്ട്, കുറേ ബിൽഡിങ്ങുകളും റോഡുകളും ഡെവലപ്പ് ചെയ്യുന്നതല്ല ഡെവലപ്മെൻറ്റ്, മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റാണ് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ഡെവലപ്മെൻറ്റാണ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ ജീവജാലങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്ന് എന്ത് വളർച്ചയുണ്ടെന്ന് പറഞ്ഞാലും അതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം ഈ കോസ്റ്റ് ഓഫ് പ്ലാനിങ്, കോസ്റ്റ് ഓഫ് പ്രിപ്പറേഷനേക്കാളൊക്കെ ഒത്തിരി കൂടുതലാണ് കോസ്റ്റ് ഓഫ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വില നോക്കിക്കേ. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിലയെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു വിലയാണ്. എത്ര മനുഷ്യജീവനാണ് അവിടെ നഷ്ടപ്പെട്ടു പോയത്, എത്ര മനുഷ്യർക്ക് ഉറ്റപ്പെട്ടവർ മറ്റും നഷ്ടപ്പെട്ടു, എത്ര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു, എത്ര പ്രകൃതി നഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു കോസ്റ്റ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ അത്രയും വരത്തില്ല പലപ്പോഴും അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ്റെയും പ്ലാനിങ്ങിൻ്റെയൊക്കെ കോസ്റ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ലാഭം വേണ്ടവരും രാഷ്ട്രീയം കളിക്കേണ്ടവരും മതങ്ങളുമൊക്കെ ആൾബലം കൊണ്ട് സത്യത്തെയും ശരിയെയും ഒക്കെ തമസ്കരിക്കുകയാണ്. കാരണം വിദ്യാഭ്യാസ രംഗത്ത്, റിസർച്ച് രംഗത്തുമൊക്കെ ധാരാളം അറിവുകൾ ലോകത്ത് പുരോഗമിക്കുമ്പോഴും ആ അറിവുകൾ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ ഒരു കാര്യം, ഈ അറിവുമായിട്ട് വരുന്നവർ ഒറ്റയ്ക്കും ഇരട്ടയ്ക്കുമൊക്കെയാണ് വരുന്നത്. നേരെ മറിച്ച് ഇതിനെതിരെയുള്ള ഈ അറിവുകളെയൊക്കെ തമസ്കരിക്കേണ്ടവർ, അല്ലെങ്കിൽ ഇത്തരം അറിവുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടത്തിൻ്റെ ലാഭം കുറയും, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ അഴിമതി ചെയ്യാനുള്ള സ്പേസ് കുറയും എന്നൊക്കെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എനിക്കൊരു പള്ളിയോ അമ്പലമോ പണിയാനുള്ള ഇത് കുറയുമെന്നൊക്കെ വിചാരിക്കുന്ന മതങ്ങൾ. അപ്പോൾ ഇവരുടെയൊക്കെ വലിയ ശബ്ദത്തിന് മുമ്പിൽ, ആൾക്കൂട്ടത്തിന് മുമ്പിൽ സത്യവും ശരിയുമൊക്കെ പലപ്പോഴും തമസ്കരിക്കപ്പെടും. ഇതാണ് ആദ്യത്തെ ഒരു വലിയ ദുരന്തം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ദുരന്തം എന്ന് പറയുന്നത്, ആവശ്യത്തിനുള്ള മുന്നറിയിപ്പുകൾ കിട്ടിയാലും അതിനെ അവഗണിച്ചുകൊണ്ട് അഴിമതിക്കും അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാനും ഒക്കെയുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുക. പലപ്പോഴും അക്കാഡമിക്കായിട്ട് റിസർച്ച് രംഗത്തൊക്കെ നിൽക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ കേൾക്കാൻ ജനാധിപത്യ സംവിധാനങ്ങളിൽ ഇടമില്ല. കാരണം ജനാധിപത്യം എപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ ഭരണമാണ്. ആൾക്കൂട്ടത്തിന് കൂടുതൽ പേർക്ക് ലാഭം കിട്ടുന്നിടത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഏറ്റവും പാവപ്പെട്ടവനായിരിക്കും ഇതിൻ്റെയൊക്കെ ബില്ല് പേ ചെയ്യേണ്ടി വരിക, ഈ ദുരന്തങ്ങളുടെയൊക്കെ. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം മുന്നറിയിപ്പുകളൊന്നും നമ്മൾ ചെവിക്കൊള്ളത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരു ഫ്ലൈറ്റ് മേളോട്ട് പോകുന്നതിന് മുമ്പ് ഒരു പാരച്യൂട്ട് തയ്യാറാക്കി വെക്കാറുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ മുന്നോട്ടുള്ള ഏതൊരു യാത്രയും ആരംഭിക്കുമ്പോൾ ഒരു സുരക്ഷിതത്വത്തിനുള്ള ഒരു അടിസ്ഥാന പ്രവർത്തനവും കൂടെ നടത്തിയിരിക്കണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്താതെ, മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ പലപ്പോഴും നമ്മൾ നടത്തുന്ന ഈ പുരോഗമന
പുരോഗമനം എന്ന് പറയുന്ന മുന്നേറ്റങ്ങളൊക്കെ അത് റോഡ് പണിയായാലും പാലം പണിയായാലും ഒക്കെ ഇപ്പോൾ പാറ പൊട്ടിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ പാറ പൊട്ടിച്ചാൽ കുഴപ്പമില്ലെന്ന് പറയാനുള്ള ആൾക്കാരെ നമ്മളവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. മണ്ണെടുത്താൽ കുഴപ്പമുണ്ടോ? മണ്ണെടുത്താൽ ഒരു കുഴപ്പമില്ല. പിന്നെ പാടം നികത്തിയാൽ കുഴപ്പമുണ്ടോ? പാടം നിർത്തുന്നതുകൊണ്ടല്ല ഇതൊന്നും സംഭവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രകൃതിക്ക് അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥയുണ്ട്. പ്രകൃതി ഒരു സയൻസാണ്, അത് ഒരു ഇമോഷനൊന്നുമല്ല, അത് വെറുതെ അമിതമായി ചൂഷണം ചെയ്യാൻ പറ്റുന്നൊരു സാധനമൊന്നുമല്ല. അതിനൊരു സയൻസ് ഉണ്ട്. ആ സയൻസിനെ പറ്റി കൂടുതൽ പഠിച്ച ആൾക്കാരെയും മറ്റും അണിനിരത്തിക്കൊണ്ട് വിവരശേഖരണം നടത്തുകയും അവർ പറയുന്ന അനുസരിച്ച് കുറേയൊക്കെ പ്രവർത്തിച്ചാൽ ദുരന്തങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ലെങ്കിലും ദുരന്തത്തിൻ്റെ ഇമ്പാക്റ്റുകളെ കുറയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഒരുപാട് ഇമ്പാക്റ്റ് കുറയും. ഒരുപാട് മനുഷ്യർക്കും ജീവജാലങ്ങളെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് കഴിയും. മുന്നറിയിപ്പുകളൊക്കെ കൃത്യമായിട്ട് പാലിച്ചാൽ നമുക്ക് ഇത് കോസ്റ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ വളരെ കൂടുതലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഈ മുന്നറിയിപ്പുകളൊക്കെ വളരെ ആവശ്യമാണ്. ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയെങ്കിലും ആ സംഭവിച്ച് കഴിഞ്ഞ് അതിനുവേണ്ടി പണം, അതിൻ്റെ ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിക്കവറിക്ക് വേണ്ടി ഒക്കെ ധാരാളം ശ്രമിക്കുന്ന നല്ലവരായ മനുഷ്യർ, അവർ ധാരാളം പണവും ആരോഗ്യമൊക്കെ നമുക്ക് തരുമ്പോൾ അതെങ്കിലും കറപ്റ്റ് ചെയ്യാതെ, അവിടെയെങ്കിലും വീണ്ടും ചൂഷണങ്ങൾ നടക്കാതെ, അവിടെയെങ്കിലും വീണ്ടും അഴിമതി നടക്കാതെ, ആ മനുഷ്യരുടെ ഉന്നമനത്തിന്, അവിടെ അഫക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യരുടെ ആ പ്രദേശത്തിൻ്റെ ഉന്നമനത്തിന് അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയെങ്കിലും ചെയ്ത് അതിനോടുള്ളൊരു പ്രായശ്ചിത്തം ചെയ്യാനെങ്കിലും നമുക്ക് കഴിയണം. കാരണം ഇത് നമുക്ക് സംഭവിക്കാം, ആർക്കും സംഭവിക്കാം. എവിടെയും വേണ്ടത് ശാസ്ത്ര അറിവുകളെ നന്നായി ഉപയോഗപ്പെടുത്തുകയും കൃത്യമായ പ്ലാനിങ്ങും ഓർഗനൈസേഷനും ഉണ്ടാവുകയും ലാഭം, കുറേ പേരുടെ ലാഭവും അഴിമതിക്കും വേണ്ടി നമ്മൾ നിന്നു കൊടുക്കാതെ ബഹുഭൂരിപക്ഷത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ജനാധിപത്യത്തിന് കഴിയുമ്പോൾ, ഇതിവിടെ നല്ല ലോകത്തെല്ലായിടത്തും ഈ ഡെവലപ്മെൻറ്റ്, സോക്കോൾഡ് ഡെവലപ്മെൻറ്റ് ശക്തികളും സത്യവും തമ്മിലൊരു പോരാട്ടത്തിലാണ്. സത്യത്തിൻ്റെ മുഖം പലപ്പോഴും വികൃതമാണ്. പല മുന്നറിയിപ്പുകളും നമ്മളൊക്കെ സൗകര്യപൂർവ്വം അവഗണിക്കുമ്പോൾ പലപ്പോഴും ഇതുപോലുള്ള വലിയ ദുരന്തങ്ങൾ വരും. ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ, അതിൻ്റെ ഇമ്പാക്റ്റുകൾ കുറയ്ക്കണമെങ്കിൽ നമുക്ക് സൗകര്യപൂർവമായ ലീഡർഷിപ്പ് അല്ല ആവശ്യം. ലീഡർഷിപ്പ് ഓഫ് കൺവിക്ഷൻ, ശരിയിലും നീതിയിലുമൊക്കെ നിൽക്കാനുള്ള കരുത്തുള്ള നേതാക്കന്മാരാണ് നമുക്ക് ആവശ്യം. അത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇനിയും വിസിൽ ബ്ലോവേഴ്സ് നമുക്ക് ഈ ഏറ്റവും വലിയൊരു ദുരന്തം പറഞ്ഞു നിർത്തുന്നതിനും ഒരു കാര്യം കൂടെ പറഞ്ഞു. ഏറ്റവും വലിയ ദുരന്തം ഇതൊന്നുമല്ല. ഈ സത്യം പറയുന്നവരെയും ശരി പറയുന്നവരെയും നീതിക്ക് വേണ്ടി വാദിക്കുന്നവരെയും മനുഷ്യനും ജീവജാലങ്ങൾക്ക് വേണ്ടിയൊക്കെ വാദിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ, ഈ അഴിമതിയുടെ പങ്ക് വാങ്ങിച്ച് ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകാതെ ഈ സത്യത്തെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന മനുഷ്യർ ധാരാളമായിട്ട് സമൂഹത്തിൽ കൂടിയാലും നമുക്ക് ഇത്തരം ദുരന്തങ്ങളുടെയൊക്കെ ഇമ്പാക്റ്റുകൾ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഇത്തരം ദുരന്തങ്ങളൊക്കെ കഴിവതും കുറഞ്ഞു വരും. എല്ലാ രംഗത്തും സത്യം പറയുന്നവരുടെ കൂടെ ഒന്ന് നിൽക്കാനുള്ള ധൈര്യമെങ്കിലും കാണിക്കുന്ന കുറച്ച് പേര് സമൂഹത്തിൽ കൂടി വരട്ടെ. നമുക്കിത്തരം ദുഃഖകരമായ വേദനാജനകമായ അവസ്ഥകൾ മനുഷ്യ മനസ്സുകളെ മരവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് കുറേ കൂടെ ഇതിനി ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാമെന്നുള്ളത് എല്ലാവർക്കും കൈകോർത്ത് ചിന്തിക്കാം. താങ്ക് യു സോ മച്ച്.